ഞാനും അനുവും നിലും കൂടി ഒരു സ്റ്റേക്കേഷൻ പോയിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ ട്രിപ്പ് എറണാകുളത്തോട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് മൊമെൻറ്റ്സ് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ലെസ് 3 എലിഫൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിസോർട്ടിലായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു സ്റ്റേ ആയിരുന്നു. ആൻഡ് അവിടെ തൊട്ടടുത്ത് തന്നെ ഇന്ദ്രിയ സാൻഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ കുറേ അഡ്വെഞ്ചേഴ്സ് ആക്ടിവിറ്റീസൊക്കെ ചെയ്തു. കയാക്കിംഗ് ചെയ്തു, സൈക്ലിംഗ്, വാട്ടർ സൈക്ലിംഗ് ചെയ്തു, സിബ് ലൈൻ ചെയ്തു. ഭയങ്കര രസമായിരുന്നു. അവിടെ അടുത്ത് ചെറായി ബീച്ച് തൊട്ടടുത്തായിരുന്നു. ചെറായി ബീച്ചിലും സ്റ്റേ ചെയ്ത് ഞങ്ങൾ നേരെ കാർത്തിയാനി റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ച് കൊച്ചിയിൽ വന്നാൽ പിന്നെ വാട്ടർ മെട്രോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വാട്ടർ മെട്രോത്തെ അനുഭവം പറയാണ്ടിരിക്കാൻ വയ്യ. നമ്മളെ സർക്കാർ ഓഫർ ചെയ്യുന്ന ഒരു അടിപൊളി സംഭവമാണ്. എല്ലാവരും കൊച്ചിയിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ലെസ് 3 എലിഫൻറ്റ്സ് എന്ന് പറഞ്ഞ റിസോർട്ടിൽ നിന്നുള്ള ഒരു ഔട്ട്സൈഡ് വ്യൂ. ഞങ്ങൾ പോയ ആ സമയത്ത് നല്ല റെയിനിങ് ആയിരുന്നു. ആ റെയിനും അറ്റ്മോസ്ഫിയറും ആ ഒരു റിസോർട്ട് സ്റ്റേയും, ഈ റിസോർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ കായലിനോട് ചേർന്നിട്ടാണ്. അപ്പോൾ ആ ഒരു വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയായിരുന്നു. ആൻഡ് അവിടുത്തെ ഒരു ഓൾഡ് കഫേ ഉണ്ട്, കാശി കഫേ എന്നാണ് പേര്. അപ്പോൾ ആ കാശി കഫേത്തെ ചോക്ലേറ്റ് സോസ് ആൻഡ് ചോക്ലേറ്റ് കേക്ക് ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അതും ഞങ്ങൾ ട്രൈ ചെയ്തു. ഒരുപാട് ഇഷ്ടമായി. നിലയ്ക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നില വാട്ടർ മെട്രോത്തെ ട്രാവലിൽ അവൾ ഫുള്ള് കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഫുൾ അത് എൻജോയ് ചെയ്യായിരുന്നു ത്രൂ ഔട്ട്. ശേഷം ഞങ്ങൾ നേരെ പോയത് ജ്യൂസ് സ്ട്രീറ്റിലോട്ടാണ്. ജ്യൂസ് സ്ട്രീറ്റും അവിടുത്തെ ഷോപ്പിംഗ് ഏരിയാസ്, അതുപോലെ തന്നെ അവിടുത്തെ ആൻറ്റീക് കളക്ഷൻസ് ഉള്ള ഷോപ്സ്, ജിഞ്ചർ മ്യൂസിയം, ഹോട്ടൽ, ഇങ്ങനത്തതൊക്കെ ഞങ്ങൾ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തു. എല്ലാം നല്ല രീതിയിൽ തന്നെ കാണാൻ മാത്രം ഉണ്ടായിരുന്നു. സ്റ്റേക്കേഷൻ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തത് നമ്മളെ സാഗറാണി ക്രൂയിസാണ്. നമ്മളുടെ ഗവൺമെൻറ് ഓഫർ ചെയ്യുന്ന ക്രൂയിസാണ്. ഒരു 3 hour ജേർണി ആയിരുന്നു. ഫുൾ ക്രൂയിസിൽ ഈവനിങ് ക്രൂയിസ് ആയിരുന്നു ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. DJ പാർട്ടി, അതുപോലെ ഈവനിങ് സ്നാക്സ്, ഡാൻസ് എല്ലാം കൊണ്ടും ഭയങ്കര ഭംഗിയായിരുന്നു. ക്ലൈമറ്റും എല്ലാം കൊണ്ടും സ്റ്റേക്കേഷൻ അടിപൊളിയായി. അപ്പോൾ ഞാൻ ഈ എഴുതിയിരിക്കുന്ന പോലെ തന്നെ ജീവിതം ആ മൊമെൻറ്റ്, ആ പ്രസൻറ്റിൽ സംഭവിക്കുന്ന ആ മൊമെൻറ്റിൽ നമ്മൾ ജീവിക്കുക, എൻജോയ് ചെയ്യുക, നെഗറ്റീവ് തോട്ട്സൊക്കെ അവോയ്ഡ് ചെയ്യുക, പോസിറ്റിവിറ്റി എല്ലാവർക്കും എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുക.